أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും പാലിച്ചുകൊണ്ട് പരമാവധി മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. ഏതു സമയവും അള്ളാഹുവിൻ്റെ വിധിക്ക് വിധേയരായി അവൻ്റെ സമക്ഷത്തിങ്കലേക്ക് പോകേണ്ടവരാണ് എന്ന ബോധം ഏതു സമയത്തും നമ്മിലുണ്ടാകണം. അതിനനുസരിച്ചാവണം നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ടത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കോടാനുകോടി സൃഷ്ടികൾ, അതിലൊരു വിഭാഗമാണ് മനുഷ്യർ. മനുഷ്യൻ മറ്റു ജീവികളിൽ നിന്ന്, മറ്റു സൃഷ്ടികളിൽ നിന്ന് ഏറെ വ്യത്യസ്തനാണ്. അതുകൊണ്ട് തന്നെ ഒരു സമൂഹമായി അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ജീവിയായി ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിൽ ഒരുപാട് പ്രത്യേകതകളും വ്യത്യസ്തങ്ങളായ ഒരുപാട് കാര്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. തീർത്തും മറ്റൊരാളുടെ ആശ്രയം, സഹജീവികളുടെ സഹായം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യവുമാണ്. മിക്കവാറും ഏതൊരാണിനും ഏതൊരു പെണ്ണിനും അവർക്ക് അവരുടെ ചങ്ങാതിമാർ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാർ ഒക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ എണ്ണത്തിൽ ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ സംഭവിച്ചെന്ന് വന്നേക്കാം. ഒന്നിൽ കൂടുതൽ സ്നേഹിതന്മാരുണ്ടാകും. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ അത് മറ്റൊരു രീതിയിലാണ് അവരുമായിട്ട് നമ്മൾ ഇടപെടുക. എന്നാൽ ഈ കൂട്ടുകെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ചങ്ങാത്തം അത് സ്ഥിരമായി നിലനിൽക്കുന്നതും ഇടക്ക് വെച്ച് പൊട്ടിപ്പോകുന്നതും വിച്ഛേദിക്കപ്പെടുന്നതും ഒക്കെ ഉണ്ടാകാറുണ്ട്. അതിനൊക്കെ കാരണങ്ങൾ പലതാണ്. നമ്മുടെ സുഹൃത്ത് ബന്ധം, നമ്മുടെ സ്നേഹബന്ധം, അത് ചിലപ്പോൾ വളരെ നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് ആ ബന്ധം വിച്ഛേദിക്കപ്പെടാറുണ്ട്. എന്നാൽ വളരെ ആത്മാർത്ഥമായി മരിക്കുവോളം സ്നേഹത്തോടു കൂടി നിലനിൽക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട്
പരസ്പരം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ പരസ്പരം സഹിച്ചും സഹകരിച്ചും പൊരുത്തപ്പെട്ടും ഒക്കെ കഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യവും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരും ഉണ്ടാകാറുണ്ട്. ഇവിടെ പറയാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 കൂട്ടുകാരെ സംബന്ധിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ 3 കൂട്ടുകാരിൽ 2 കൂട്ടുകാർ ഇടയ്ക്ക് വെച്ച് ഈ പറഞ്ഞതുപോലെ വിച്ഛേദിക്കപ്പെട്ട് ബന്ധം വിച്ഛേദിക്കപ്പെടുന്നവരും, ഒരു കൂട്ടുകാരൻ അത് നിലനിൽക്കുന്നതുമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുക. അതൊരു ഹദീസിലൂടെ റസൂലുള്ളാ അത് വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നു. അൻ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു മാ മിൻ അബ്ദിൻ വലാ അമത്തിൻ ഇല്ലാ വലഹു സലാസത്തു അഖില്ല. ഏതൊരു അടിമക്കും 3 ചങ്ങാതിമാരുണ്ടായിരിക്കും, 3 കൂട്ടുകാരുണ്ടായിരിക്കും. ഇവിടെ റസൂലുള്ള പറയുന്ന കൂട്ടുകാര് ആരാണ് എന്ന് നമ്മൾ അറിയണം. ഫഖലീലുൻ, അതിലൊരു ഖലീൽ, ഒരു കൂട്ടുകാരൻ. ഖലീൽ എന്ന പദം തന്നെ ഒരു ചെറിയ സാധാരണഗതിയിൽ നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു ചങ്ങാത്തത്തിന് പറയുന്ന ഒരു പേരല്ല ഖലീൽ. ഖലീൽ എന്ന് പറഞ്ഞാൽ ആ സ്നേഹം എന്ന പദത്തിൻ്റെ അല്ലെങ്കിൽ ആ ചങ്ങാത്തത്തിൻ്റെ അങ്ങേയറ്റം, അക്സ ഗായത്ത്, അതിനേക്കാളും ഒരു വലിയ ഒരു ബന്ധം പിന്നല്ല. അതുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ ഖലീലുള്ള എന്ന് വിശേഷിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ ഖലീൽ എന്ന നാമം കിട്ടിയിട്ടുള്ള ഒരു പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ പ്രവാചകനെ ഏറെ സ്മരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ ഖലീൽ, റസൂലുള്ള പറഞ്ഞ ആ ഒരു ചങ്ങാതി. ഒന്നാമതായി റസൂലുള്ള വിശദീകരിച്ചുള്ള ഖലീൽ ആരാ? യഖൂലു, അവൻ പറയും, ആ ഖലീൽ പറയും, അന മാക്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഫഖുദ് മാ ശിഅത വദഅ മാ ശിഅത, നിനക്ക് ആവശ്യമുള്ളപ്പോൾ, നിനക്ക് ഉദ്ദേശിക്കുമ്പോൾ നിനക്ക് എന്നെ സ്വീകരിക്കാം. നിനക്ക് ആവശ്യമില്ലാത്ത സമയത്ത് എന്നെ വേണമെങ്കിൽ നിനക്ക് ഉപേക്ഷിക്കുകയും ചെയ്യാം. അതാണ് ഒരു ചങ്ങാതി. ആ ചങ്ങാതി ആരെന്നറിയോ? ഫദാലിക മാലുഹു, അത് അവൻ്റെ സമ്പത്താണ്. അവൻ സമ്പാദിച്ചു വെച്ച അവൻ്റെ ധനമാണ്, അവൻ്റെ മാൽ, അവൻ്റെ സമ്പാദ്യമാണ് ആ ഒരു ചങ്ങാതി. ആവശ്യമുള്ളപ്പോൾ ഉപേക്ഷിക്കാം, എടുക്കാം, ഉപേക്ഷിക്കാം, ഇത് അവൻ്റെ ചോയ്സാണ്. എന്നാൽ ഖലീലുൻ, രണ്ടാമതായി റസൂലുള്ളാഹി പറഞ്ഞു തരുന്ന ചങ്ങാതി ആരാ? യഖൂലു, അവൻ പറയും, അന മഅക, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഫൈദ അതൈത ബാബൽ മലികി, ആ മലിക്, രാജാതിരാജന്റെ ആ ബാബിൽ ഒരു ഡോറുണ്ട്, ആ ഡോറിൽ എത്തുന്നത് വരെയും ഞാൻ നിന്റെ കൂടെയാണ്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ തറക്തുക, ഞാൻ നിന്നെ ഉപേക്ഷിക്കും. അവിടെ വെച്ച് ഞാൻ നീയുമായി വേർപിരിയും. ഫദാലിക ഖദമഹു വഅഹ്ലഹു, അതാരാന്നറിയോ? നമ്മുടെ ഭാര്യയും മക്കളും, നമ്മുടെ അഹിലുകാർ, നമ്മുടെ കൂട്ടുകാരാണ്. അതാണ് രണ്ടാമത്തെ നമ്മുടെ കൂട്ടുകാർ. മൂന്നാമതായി റസൂലുള്ള പഠിപ്പിക്കുന്ന ചങ്ങാതി ആരാ? വഖലീലുൻ, ആ ഖലീൽ ആരാ? യഖൂലു, അവൻ പറയും, അന മഅക, ഞാൻ നിന്നോടൊപ്പമുണ്ട്. ഹൈസു ദഖൽത, നീ പ്രവേശിക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ട്. വഹൈസു ഖറജ്ത, നീ എവിടെ നിന്നാണോ, എവിടേക്കാണോ നീ പോയത്, അവിടെ നിന്ന് നീ പുറത്തേക്ക് വരുമ്പോഴും ഞാൻ നിന്റെ കൂടെയുണ്ട്. വദാലിക അമലുഹു, അതവൻ്റെ കർമ്മങ്ങളാണ്. എത്ര ലളിതമായി, എത്ര ഭംഗിയായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമുക്ക് വിശദീകരിച്ചിരുന്നത്. 3 ചങ്ങാതിമാരെ റസൂലുള്ള വിശദീകരിച്ചു. 1 നമ്മുടെ സമ്പത്താണ്, 2 നമ്മുടെ ഭാര്യയും മക്കളും അടങ്ങുന്ന നമ്മുടെ അഹിലുകാരാണ്, നമ്മുടെ കുടുംബമാണ്. മൂന്നാമതായി റസൂലുള്ള പറയുന്ന നമ്മുടെ ചങ്ങാതി എന്ന് പറയുന്നത് നമ്മളുടെ കർമ്മങ്ങളാണ്. ഈ 3 ചങ്ങാതിമാരെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പറയുന്നത്.
ഇവിടെ നമ്മൾ ഏത് കൂട്ടുകാരനെ സ്വീകരിക്കും? ഇത്രയേ ഉള്ളൂ പ്രശ്നം. നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ ആലോചിക്കേണ്ടതും ഇത്രയേ ഉള്ളൂ. റസൂലുള്ള 3 ചങ്ങാതിമാരെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്നു. എന്നിട്ട് നമ്മളുടെ ചോയ്സാണ്. നമ്മൾ തീരുമാനിക്കണം നമ്മൾ ഏത് കൂട്ടുകാരനെ സ്വീകരിക്കും. ഒരു ചെറിയ സംഭവം പറഞ്ഞുതരാം. ഹിജ്റ 6-ാം കൊല്ലം ഇതുപോലെ ഒരു ദുൽഖഅദ് മാസത്തിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു സംഭവമാണ് ഹുദൈബിയ സന്ധി. നമുക്കറിയാം, അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല. ആ ഹുദൈബിയ സന്ധി നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം എന്ന് പറയുന്നത് മുൾമുനയിൽ നിൽക്കുന്ന ഒരു ഘട്ടമായിരുന്നു. വിശ്വാസികൾ ഏത് സന്ദർഭത്തിലും ഒരു സംഘട്ടനം ഉണ്ടാകും എന്ന് അങ്ങേയറ്റം ആശങ്കയോടുകൂടി മാത്രം കഴിഞ്ഞിരുന്ന ഒരു സമയമായിരുന്നു അത്. എല്ലാവരെയും കൃത്യമായി ഉള്ളിലേക്ക് കയറി ചെന്ന് ചികഞ്ഞു നോക്കാൻ പറ്റിയ ഒരു സമയമല്ല. ആരൊക്കെ ഉണ്ട് കൃത്യമായ ഈമാനുള്ള ആളുകൾ, ഇത് കൃത്യമായ ഈമാൻ ഇല്ലാത്ത മുനാഫിക്കുകൾ ആരൊക്കെ ഉണ്ട് എന്നൊന്നും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സന്ദർഭമായിരുന്നു അത്. ആ സമയത്ത് ചില ആളുകൾ ഇങ്ങനെ എന്തോ ഒരു സംഭവം വരാനിരിക്കുന്നുണ്ട്, നമ്മളൊക്കെ ചിലപ്പോൾ ഇതിലേക്ക് ഇടപെടേണ്ടി വരും, നമ്മൾ ഇതിലേക്ക് ഇറങ്ങി പോകേണ്ടി വരും, ഈ സംഘട്ടനത്തിൽ നമ്മളും ഭാഗവാക്കാകേണ്ടി വരും എന്ന് തോന്നലുണ്ടായപ്പോൾ ചിലരൊക്കെ പിന്മാറി. നമ്മളെ കുറിച്ച് ചിന്തിച്ചാൽ മതിയേ. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുക എന്ന് വിചാരിച്ചോളി. നമ്മൾ ഇടപെടേണ്ട ഒരു ഘട്ടം, നിർണായകമായ ഒരു ഘട്ടം, നമ്മളെ ഈ മഹലിലുള്ള നമ്മളൊക്കെ നിർബന്ധമായും ഇറങ്ങി തിരിക്കേണ്ടി വരും എന്ന് ഉറപ്പിച്ച് നിൽക്കുക. ആ ഒരു ഘട്ടം, ആ മുൾമുനയിൽ നിൽക്കുന്ന സമയത്താണ് ചില ആൾക്കാർ മെല്ലെ പിറകോട്ട് നീങ്ങി, ഉൾവലിഞ്ഞു. ഖുർആൻ ആ കാര്യം എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. സയഖൂലു ലക്കൽ മുഖല്ലഫൂന മിനൽ അറാബി, അറാബികളിൽ നിന്ന് ചില ആളുകൾ പിറകോട്ട് പോയ സന്ദർഭം. അവരെന്നിട്ട് പറയാണ്, എന്താണ് അവർ പിറകോട്ട് പോകാനുള്ള കാരണം? ശഗലത്തിന അംബാലുന വ അഹ്ലൂന, ഞങ്ങൾക്ക് ഇത്തിരി തടസ്സം നിന്നിട്ടുണ്ട്, ഞങ്ങളുടെ സമ്പത്ത്, അതുപോലെ ഞങ്ങളെ മക്കള്, ഞങ്ങളെ കുടുംബം, ഇത് ഞങ്ങളെ വ്യാപൃതമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പിറകോട്ട് പോകുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു യുദ്ധമുഖത്ത്, ഒരു യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ, നിർണായകമായ ഒരു ഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ചൊന്നായി ഐക്യത്തോടെ ഇറങ്ങി പുറപ്പെടേണ്ട ആ ഒരു സന്ദർഭത്തിൽ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് പിറകോട്ട് വലിയ അവർ എന്തിൻ്റെ പേരിലാണ് പിറകോട്ട് വലിയുന്നത്? അവരെ സമ്പത്ത് ആലോചിച്ചിട്ട്, അവരുടെ മക്കളെയും കുടുംബത്തെയും ആലോചിച്ചിട്ട് അവരെന്ത് ചെയ്യാണ്? അവർ പിറകോട്ട് ഉൾവലിയുന്ന ഒരു ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തിയ. യഥാർത്ഥത്തിൽ ഈ സംഭവം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന നമ്മളെ ഈ ആളുകളിൽ തന്നെ മഹാഭൂരിപക്ഷവും ഈ ചിന്താഗതിക്കാരായിരിക്കും. ഒരു സംശയമില്ല. വെറുതെ ബടായി, വെറുതെ പറയും നമ്മൾ, ഓ ഞാനുണ്ട്, ഞാൻ അങ്ങനെയാണ്, ഇതൊക്കെ പറയുമെങ്കിലും നിർണായക ഘട്ടം വരുന്ന സമയത്തിൽ ഉൾവലിഞ്ഞ് എവിടെ തെരഞ്ഞാലും പിന്നെ കാണൂല. അന്നപ്പോ അയാൾക്ക് എന്തെല്ലാം ജോലികളാ, എന്തെല്ലാം വിഷയം, കുടുംബത്തിന്റെ കാര്യം പറയാനുണ്ടാകും, മക്കളെ കാര്യം പറയാനുണ്ടാകും, മറ്റ് ജോലിയുമായി ബന്ധപ്പെട്ട വിഷയം പറയാനുണ്ടാകും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൃത്യമായ ആ ഒരു ചിന്താഗതിയോടുകൂടി പിന്മാറിക്കളയുന്ന അവസ്ഥ. നമുക്ക് തടസ്സം നിൽക്കുന്നത് നമ്മുടെ സമ്പത്താകാം, നമ്മുടെ മക്കളാകാം. അപ്പൊ ഈ കൂട്ടുകാരെ നമ്മൾ ഏത് നിലക്കാണ് നമ്മൾ സ്വീകരിക്കുക? നമ്മുടെ സമ്പത്ത് എന്ന കൂട്ടുകാരനെ നമ്മൾ സ്വീകരിക്കണോ? നമ്മുടെ കുടുംബം എന്ന് പറയുന്ന നമ്മുടെ കൂട്ടുകാരെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം? ഇത് റസൂൽ വളരെ കൃത്യമായി നമ്മൾക്ക് പറഞ്ഞു തന്നു. നമ്മുടെ സമ്പത്ത് അത് നമ്മൾക്ക് ചില സമയത്ത് ഉണ്ടാകും, ചില സമയത്ത് ഉണ്ടാകൂല, ചില സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ അതുണ്ടാകും എന്നൊക്കെ പറയുന്നു. അതാ സമ്പത്ത് സ്ഥായിയായി ഒരിക്കലും നിലനിൽക്കുന്ന ഒരു സംഗതിയല്ല. നമ്മുടെ കുടുംബം എന്ന് പറയുന്നതോ അതും അങ്ങനെ തന്നെയാ. നമ്മുടെ കൂടെ കാലാകാലവും നമ്മുടെ കൂടെ ഉണ്ടാകൂലല്ലോ. അപ്പൊ അത് രണ്ടും അങ്ങനെയാണെങ്കിൽ
നമ്മൾ ഏതൊരു വിഷയത്തിലും നമ്മൾ എടുക്കേണ്ട ചില നിലപാടുകളുണ്ട്. അപ്പോൾ ഒരു നല്ല കാര്യത്തിലേക്ക് ആളുകളെ വിളിച്ചാൽ അന്നപ്പം എന്തെല്ലാം തടസ്സവാദങ്ങളാണ്. പള്ളിയുടെ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പള്ളിയിൽ ഇന്ന സംഗതി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സമയമല്ല, നമുക്കതിന് സമയമല്ല. 5 മിനിറ്റ് പള്ളിയിലിരുന്ന് മര്യാദക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നേരമില്ല. പിന്നെ പള്ളിയിൽ പിന്നെ ക്ലാസ് ഉണ്ടെന്നോ മീറ്റിംഗ് ഉണ്ടെന്നോ പറഞ്ഞാൽ പള്ളിയിലിരിക്കുക. നിർബന്ധമായി വെള്ളിയാഴ്ചകളെ പോലെ നിർബന്ധമായി വരേണ്ടതുള്ളത് കൊണ്ട് അത് തന്നെ, അതിൻ്റെ സമയമൊന്നും ഞാൻ പറയുന്നില്ല. പള്ളിയിൽ വെള്ളിയാഴ്ച പോലും എപ്പം വരണം പള്ളിയിൽ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശമുണ്ട്. അന്നത്തെ ദിവസം പോലും 1 മണിക്കൂർ സമയം ഒന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയാത്ത ഈ പറഞ്ഞ മുനാഫിക്കുകളെ പോലെ, ഈ പറഞ്ഞ സത്യനിഷേധികളെ പോലെ, ഈമാൻ നഷ്ടപ്പെട്ടവരെ പോലെ നമ്മളാവരുത് എന്നതാണ് ഈ സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദീനിന്റെ ഒരു വിഷയത്തിൽ, ഒരു മതപരമായ വിഷയം, ഇതിൽ ഇടപെടണം, അതിലേക്ക് ഇറങ്ങി വരണം. ഒരു ജീവകാരുണ്യ പ്രവർത്തനം, ഒരു ചാരിറ്റി, ഇതുപോലെയുള്ള സംഗതികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് ഒഴിഞ്ഞു നിന്ന് ഒരു കേമനായി വമ്പനായി അങ്ങനെ ഒരു ഇടപെടലുകളില്ലാതെ അവന് പിന്നെ എന്ത് ഉത്തരവാദിത്തമാണ് ഈ സമൂഹത്തോടുള്ളത്? അവൻ എന്തു ബാധ്യതയാണ് അവൻ ഈ സമൂഹത്തോട് അവൻ നിർവഹിക്കുന്നത്? ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളെപ്പോഴും സമയം കിട്ടാതെ ആരോടും എന്തു പറഞ്ഞാലും സമയമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ആളുകൾക്ക് അല്ലാഹു തആല നൽകുന്ന ഒരു താക്കീതുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും, നിങ്ങളെ മക്കളോ നിങ്ങളെ സമ്പാദ്യമോ ഇതൊന്നും നിങ്ങൾക്ക് തടസ്സമാകരുത്, അതൊന്നും നിങ്ങൾ അശ്രദ്ധമാക്കരുത്. അൻ ദിക്രില്ലാ, അള്ളാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെ തന്റെ ബാധ്യതകൾ നിർവഹിക്കുന്നതിനെ തൊട്ട് മക്കൾ തടസ്സമാകാൻ പാടില്ല. തന്റെ സമ്പത്ത് അത് തടസ്സമാകാൻ പാടില്ല. ഇനി ആരെങ്കിലും വമൻ യഫ്അൽ ദാലിക, ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവരെല്ലാം നഷ്ടപ്പെട്ടവരാണ്, ദുനിയാവില്ലാത്തവരാണ്, ആഖിറം തീർത്തും പോയവരാണ്, നഷ്ടം സംഭവിച്ചവരാണ് എന്ന് ഖുർആൻ നമ്മൾക്ക് വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ അറിയേണ്ടത്, ഞാൻ സൂചിപ്പിച്ചുവല്ലോ, നമ്മൾ സമ്പാദിക്കുന്ന നമ്മുടെ സമ്പത്ത് അതൊന്നുമല്ല. നമ്മൾക്ക് ഈ സമ്പത്ത് കയ്യിലുണ്ടാകുമ്പോൾ നമ്മൾ മതവും ദീനും അതൊക്കെ നമ്മൾ മാറ്റിവെക്കുന്നു എന്നതാണ് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാ? നമുക്ക് ആഖിറത്തിനെ കുറിച്ചൊരു ചിന്തയില്ല എന്നുള്ളതാണ്. പണം അങ്ങോട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ അതിലങ്ങോട്ട് വരുമ്പോൾ നമ്മളെ മക്കളെക്കുറിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഇതൊന്നും നമുക്കൊരു ഓർമ്മയില്ല. മക്കൾക്കൊരു കൃത്യമായ വിദ്യാഭ്യാസം നൽകുന്നിടത്ത് പോലും തൻ്റെ ഉത്തരവാദിത്വം നമ്മൾ അവിടെ നിർവഹിക്കുന്നുണ്ടോ? നമ്മൾ അറിയണം, നമ്മൾ ചെറിയ ഒരു വളരെ അധികം ദീർഘദൃഷ്ടിയോടുകൂടി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളുടെ ഈ മതപഠനവും നമ്മുടെ ഈ ഒത്തുകൂടലും നമ്മുടെ ഈ പള്ളിയിൽ ഒരുമിച്ചിരിക്കലും ഒക്കെ എത്ര കാലം ഇനി ഉണ്ടാകുമെന്ന് പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മതപഠനം, മദ്രസകൾ പോലും ഇന്ന് ഒരു നാമമാത്രമായി മാറിക്കൊണ്ടിരിക്കുക. എവിടെയും കുട്ടികളില്ല, എവിടെയും കുട്ടികളെ ചേർക്കുന്നില്ല. ഒക്കെ ഭൗതികതയോടുള്ള അമിതമായ താല്പര്യം. എന്നിട്ട് മദ്രസയിൽ പോകുന്ന ആ സമയം ആളുകൾക്ക് മറ്റ് ഭൗതിക പഠനത്തോടാ താല്പര്യം. വലിയ വലിയ പേരുകളുള്ള സ്കൂളുകളെ പേര് ഇങ്ങനെ വിളിച്ചു പറയാം. അത് പറഞ്ഞിട്ട് എൻ്റെ കുട്ടി എവിടെ പഠിക്കുന്നത്, എൻ്റെ കുട്ടി ഇന്നോടത്ത, എന്തൊരാവേശാന്നറിയോ? എന്നിട്ട് അത്രയും നേരത്തെ കൊണ്ടുപോയി മദ്രസകളൊക്കെ ഒഴിവാക്കി ഇങ്ങനെ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ പഠിപ്പിച്ച് ദീനുമില്ല, ദുനിയാവുമില്ല, ആഖിറത്തും ഇല്ലാതെ നമ്മളിങ്ങനെ ഇതിനൊക്കെ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്ന് നിങ്ങൾ ഈ സമ്പത്താണ്. പണമില്ലെങ്കിലോ അങ്ങനെ ഒന്നും ചിന്തിക്കുകയല്ല.
അതുകൊണ്ടാവാം റസൂലുള്ളാഹി പറഞ്ഞത് ഫിത്നതു ഉമ്മത്തി അൽ മാൽ, എൻ്റെ സമുദായത്തിന്റെ നാശം എന്ന് പറയുന്നത് അത് സമ്പത്തായിരിക്കും എന്ന് റസൂലുള്ള പറഞ്ഞത്. റസൂൽ ഏറ്റവും കൂടുതൽ പേടിച്ചതും അതാ. മാ അഖ്ശ അലൈക്കുമുൽ ഫഖ്റ, ദാരിദ്ര്യം നിങ്ങളെ കുറിച്ച് എനിക്ക് പേടിയില്ല. റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ പട്ടിണി കിടന്നോട്ടെ, എനിക്ക് പേടിയില്ല. വലാകിൻ അഖ്ശ അലൈക്കും അൻ തബ്സുത ദുനിയ, പക്ഷെ എനിക്ക് നിങ്ങളെ കുറിച്ച് പേടിയുണ്ട്. ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാകുന്നതിനെ കുറിച്ചാ. അള്ളാന്റെ ഒരു പരീക്ഷണാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. നമ്മളെക്കുറിച്ചും നമ്മുടെ മക്കളെ കുറിച്ചും ഒക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ എവിടേക്കാണ് ഈ പോണത്? ഇപ്പം തന്നെ ഒരു പള്ളി, ഒരു മയ്യത്ത്, നമ്മൾ ആലോചിക്കുക, ഒരു മയ്യത്ത് പള്ളിയിലേക്ക് വരുന്നു. ആ മയ്യത്തിനെ നിസ്കരിക്കാൻ എബവ് ഒരു 40 അല്ലെ 45 50 ഈ ഏജിലും അതിൻ്റെ മുകളിലുള്ള ആളുകൾ മാത്രമേ മയ്യത്ത് നിസ്കരിക്കാൻ പോലും പള്ളിയിലുള്ളൂ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇനി കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ ഇതൊരു കൂലിക്കാളെ വെച്ചിട്ട് മയ്യത്ത് മറവ് ചെയ്യുന്നിടത്ത് എത്തും, അതിലൊരു സംശയമില്ല. കുറച്ച് ആൾക്കാർ അതിന് രംഗത്ത് വരും, കബറ് കിളക്കാനുണ്ടാകും, മയ്യത്ത് കൊണ്ടുപോയി വെക്കാൻ അത് കൂലിക്ക്. അല്ലെങ്കിൽ തന്നെ ഇപ്പം ഒരാൾ മരിച്ചാൽ മാക്സിമം പോലെ 2-3 ദിവസം, തഅസിയത്തിന്റെ ദിവസം വരെ ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ 4ാമത്തെ ദിവസം നാലാമത്തെ ദിവസം അങ്ങനെ ഒരു ഓർമ്മ ഇല്ല. അത് ഏറ്റവും നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾ, കുടുംബമാണെങ്കിൽ, ഭാര്യയാണെങ്കിൽ, ഭർത്താവാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു ചിന്തയില്ല. നിങ്ങൾ നോക്കിക്കോ, കുറച്ചു കാലം കഴിയുമ്പോൾ ഇതൊക്കെ കൂലിക്കാളെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? കാര്യങ്ങൾ നിർവഹിക്കുന്നിടത്തേക്ക് എത്തും. എന്തുകൊണ്ട്? നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. നമ്മളെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നില്ല. നമ്മളെ കുട്ടികൾക്ക് വേണ്ട മതപഠനം നമ്മൾ നൽകുന്നില്ല. ഇതിൻ്റെയൊക്കെ അപചയം, ഇതിൻ്റെയൊക്കെ പോരായ്മ എന്തുമാത്രമുണ്ട് എന്ന് നമ്മൾ അറിയണം. നമ്മളൊരു കാര്യം അറിയണം. ഖുർആൻ പറഞ്ഞൊരു കാര്യം, എല്ലാം വിട്ട്, എല്ലാം ഒഴിവാക്കി, എല്ലാം ഇവിടെ വെച്ച് ഈ അഹങ്കാരമൊക്കെ ഉണ്ടല്ലോ, ഈ മൂക്കിൻ്റെ ഈ അറ്റത്തുള്ള ഈ അഹങ്കാരവും അതുപോലെയുള്ള ശുണ്ഠിയും ഇതൊക്കെ അവസാനിപ്പിച്ച് ഇവിടുന്ന് പോകേണ്ട ഒരു സമയത്തെക്കുറിച്ച് ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. വലഖദ് ജിഇതുമൂനാ ഫുറാദ, എല്ലാവരും ഒറ്റക്കൊറ്റക്ക്, ഓരോന്ന് ഒറ്റക്കൊറ്റക്കായിട്ടാണ് നാളെ അള്ളാൻ്റെ അടുത്തേക്ക് വരിക. അതാ ഖുർആൻ പറഞ്ഞത്, വലഖദ് ജിഇതുമൂനാ ഫുറാദ കമാ ഖലഖനാകും അവ്വല മറ വതറക്തും മാ ഖവ്വൽനാകും വറാഅ ളുഹൂരികും വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ, എല്ലാവരും നിങ്ങൾ ഒറ്റക്കൊറ്റക്കായി എൻ്റെ അടുത്ത് നിങ്ങൾ വരും. കമാ ഖലഖനാകും അവ്വല മറ, ആദ്യം നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ നിങ്ങൾ ഒറ്റക്കായിരുന്നല്ലോ. നിങ്ങളെയൊക്കെ ഒറ്റക്കൊറ്റക്കായിട്ടാണ് നാം സൃഷ്ടിച്ചത്. അതുപോലെ നിങ്ങൾ ഒറ്റക്കൊറ്റക്കായി തന്നെയാണ് എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരിക. വരുന്ന സമയം എങ്ങനെയാണെന്നറിയോ? നിങ്ങൾക്ക് പലതും ഈ ദുനിയാവിൽ അധീനപ്പെടുത്തി തന്നിട്ടുണ്ട് അല്ലേ? വലിയ വലിയ വമ്പന്മാരാക്കി അല്ലേ? വലിയ വലിയ ആൾക്കാരാക്കി, വലിയ വലിയ സമ്പത്തിന്റെ ഉടമകളാക്കി, എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വലിയ വലിയ ആളുകളൊക്കെ നിങ്ങൾ അങ്ങനെയുള്ളവരാക്കി മാറ്റി. അതാ, പക്ഷേ അള്ളാഹ് പറയുന്നു, വതറക്തും, നിങ്ങൾ അതൊക്കെ വിട്ടേച്ച്, അതൊക്കെ ഒഴിവാക്കി, അതൊക്കെ മൂലയിൽ വെച്ച് നിങ്ങൾ തിരിച്ചു വരുന്നത് ഒറ്റക്ക. വറാഅ ളുഹൂരികും, നിങ്ങളെ പുറകെ ബേക്ക് ഭാഗത്തേക്ക് അതൊക്കെ വെച്ചു, മൂലയിൽ ചാരി നിങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഒറ്റക്കാകുന്നു. ഇതാണ് ഖുർആൻ പറഞ്ഞത്. ഇനി നമ്മൾ ആലോചിക്കുക, ഇങ്ങനെ ഒറ്റക്ക് പോകേണ്ട നമ്മൾ എന്തിനാണ് ഇങ്ങനെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ മറന്ന് നമ്മൾ എന്തിനാണ് ഇങ്ങനെ അഹങ്കാരികളായി ജീവിക്കുന്നത്? ഊണും ഉറക്കവുമില്ലാതെ നമ്മൾ സമ്പാദിക്കുകയാണ്. ഈ സമ്പാദിക്കുന്നതിൻ്റെ ഇടയിൽ ചില ആളുകൾക്കൊക്കെ ജീവിക്കാൻ മറന്നുപോകുന്നുണ്ട്. അങ്ങനെയുണ്ട്, ജീവിക്കാൻ മറന്നു പോവുക, അങ്ങനെ കിടന്ന് മരിക്കുക, സമ്പാദിക്കന്നെ. അങ്ങനെ ഊണും ഉറക്കവും ഒഴിച്ച് നമ്മൾ സമ്പാദിച്ചു ഓടി നടന്ന് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത അവസാനം അതിൻ്റെ അനന്തരാവകാശികൾ അത് വീതം വെക്കും. അങ്ങനെ ആണല്ലോ, നമ്മൾ മരിക്കുന്നതോടുകൂടി നമ്മുടേതല്ലല്ലോ നമ്മുടെ സ്വത്ത്, നമ്മുടെ സമ്പാദ്യം. അതിൻ്റെ അനന്തരമായി എടുക്കേണ്ട അവകാശികൾ വരുന്നു. അവിടെ അടിപിടി കൂടുന്നു, അവിടെ കൊലവിളി നടത്തുന്നു, അവിടെ പിന്നെ പറയണ്ട എന്തെല്ലാമാണ് സംഭവിക്കുക എന്നത്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പിന്നെ റസൂലുള്ള പറഞ്ഞ നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ സ്നേഹം, നമ്മുടെ ചങ്ങാതി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം എവിടം വരെ ഉണ്ടാവും?
ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ അല്ലേ, എവിടം വരെ ഖബർ വരെ ഉണ്ടാവും. മകനാണെങ്കിൽ മകനെ ഖബറിലാക്കി ബാപ്പ തിരിച്ചു വരും, ബാപ്പയാണെങ്കിൽ നേരെ തിരിച്ചും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആളുകൾ അവിടെ ഖബറിലാക്കി നമ്മൾ സലാം പറഞ്ഞ് തിരിച്ചു പോരുന്ന ഒരവസ്ഥ ഇതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ ഓർമ്മയൊക്കെ 1, 2, 3 ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഇവൻ്റെ ദുനിയാവുമായിട്ട് പിന്നെ അവനങ്ങ് കെട്ടിപ്പിടിച്ച് നടക്കുക, അവൻ അങ്ങനെ നടക്കുക, അല്ലെങ്കിൽ അവൾ. ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്ന സംഭവം. എന്നാൽ കർമ്മങ്ങൾ അങ്ങനെയല്ല. ഇത് രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ സ്നേഹിതൻ, അതാണ് കർമ്മം. അമലുസ്സാലിഹാത്ത്. അമലുസ്സാലിഹാത്ത് പരിശുദ്ധ ഖുർആനിൽ 156 തവണ 152 തവണ പ്രയോഗിച്ച ഒരു സംഗതിയാണിത്, അമലുസ്സാലിഹാത്ത് എന്നുള്ളത്. അത് ഈമാനോട് കൂടി ചേർത്ത് 150 തവണയും പറഞ്ഞിട്ടുണ്ട്. ഈ അമലുസ്സാലിഹാത്ത് മാത്രമേ നമ്മളെ രക്ഷപ്പെടുത്തൂ. അതെപ്പോഴും കൂടെ ഉണ്ടാകും. മരണവേളയിൽ നമ്മോടൊപ്പം ഉണ്ടാകും, ഖബറിൽ നമ്മോടൊപ്പം ഉണ്ടാകും, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നമ്മോടെ കൂടെ നിൽക്കും. നമ്മൾ ചെയ്തു പോയ അമലുകൾ മഹ്ശറിൽ നമുക്ക് സാക്ഷി പറയാൻ നമ്മുടെ കൂടെ നിൽക്കും. നമ്മുടെ അമലുകൾ സിറാത്തിൽ നമ്മോടൊപ്പം ഉണ്ടാകും, മീസാനിൽ നമ്മോടൊപ്പം ഉണ്ടാകും. യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. ഒരണുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ, സൽക്കർമ്മം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതവിടെ ഉണ്ടാകും, അതവൻ കാണും. എന്നാൽ ഷർറാണെങ്കിലോ അതും അവൻ കാണുക തന്നെ ചെയ്യും. ഇതിനു വേണ്ടിയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ 10, 60, 70, 80 അല്ലാഹു തആല എത്രയാണോ ആയുസ് നൽകുന്നത് അത്രയും ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. പക്ഷേ നമ്മൾ അറിയണം, ഞാൻ വന്നതൊറ്റക്കാണ്, ഞാൻ തിരിച്ചു പോകുന്നതും അങ്ങനെയാണ്. ഈ കാണുന്നവരൊക്കെ ഒന്ന് ചിരിക്കാൻ എൻ്റെ കൂടെ ഉണ്ടാകാം, അല്ലെങ്കിൽ അവസാനം ഞാൻ മരണപ്പെട്ടതിന് ശേഷം ഞാൻ കാണില്ല, ഒന്ന് കരയാനും ഉണ്ടാകാം. പിന്നീട് എന്നെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ അവരെല്ലാവരും തിരിച്ചു പോരും. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ സ്ഥിതി. ഇത് മനസ്സിലാക്കി ജീവിക്കുന്ന കാലം ആത്മാർത്ഥമായി ജീവിച്ച് പരമാവധി അമൽ സ്വാലിഹാത്തുകൾ ചെയ്ത് ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആരെയും ഇടങ്ങേറാക്കാതെ മാന്യമായി ജീവിച്ച് മാന്യമായി മരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാനു വൽ അഖ്വാത്ത് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സമിഅ അനസ് ബിൻ മാലിക് യഖൂൽ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യത്ബഉൽ മയ്യിത സലാസത്തുൻ. ഒരു മയ്യിത്തിനെ പിന്തുടരുന്നത് 3 കാര്യങ്ങളാണ്. ഫയർജിഉ ഇസ്നാനി, അതിൽ 2 മടങ്ങി വരും. വയബ്കാ മഅഹു, 1 അവിടെ അവശേഷിക്കുകയും ചെയ്യും. 2 തിരിച്ചു പോരും, 1 അവിടെ അവശേഷിക്കും. യത്ബഉഹു, ഒന്നാമത്തേത് യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലുഹു. ഇതാണ് ഈ 3 കാര്യങ്ങളുമാണ് ഒരു മയ്യത്തിൻ്റെ കൂടെ പോകുന്നത്. 1 അവൻ്റെ കുടുംബം, 2 വമാലുഹു അവൻ്റെ സമ്പത്ത്, 3 വഅമലുഹു അവൻ്റെ കർമ്മങ്ങൾ. ഇത് 3ആണ് ഒരാളെ ഇങ്ങനെ പോകുമ്പോൾ ഖബറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ മയ്യത്ത് കട്ടിൽ വെച്ച് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. അയാളെ കൂടെ കുടുംബക്കാരുണ്ടാവും, സ്നേഹിതന്മാരുണ്ടാവും, ബന്ധുമിത്രാദികളുണ്ടാവും. പിന്നെ സമ്പത്ത് നേരെ അതിൻ്റെ ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടെങ്കിലും അയാളുടേതായ മയ്യത്തിൻ്റെ മുതലാണെന്നെങ്കിലും പറയും. ആ മയ്യത്ത് ഇങ്ങനെ പോകുമ്പോൾ ആ കാണുന്നത് ആ ബിൽഡിംഗ് ഇല്ലേ, അത് ആ മയ്യത്തിൻ്റെ ബിൽഡിംഗ് ആണ്. അവിടെ മുഹമ്മദോ അബ്ദുൽ ഖാദറോ അല്ല അബ്ദുറഹ്മാനോ ഒന്നുമില്ല, പിന്നെ മയ്യത്തായി മാറി.
അതോടുകൂടി പേര് മാറി. ആ മയ്യത്തിൻ്റെ പിന്നെ ബിൽഡിംഗാണ് ആ കാണുന്നത് എന്നാ പറയാം. അപ്പം ഈ മയ്യത്തിങ്ങനെ കട്ടിലിലേറ്റി നമ്മൾ നിസ്കാരവും കഴിഞ്ഞ് മയ്യത്തിങ്ങനെ കൊണ്ടുപോകുമ്പോൾ കൂടെ പോകുന്നത് ഒന്ന് കൂട്ടുകാരാണ്, ഒന്ന് അയാൾ സമ്പാദിച്ചു വെച്ചതാണ്, പിന്നുള്ളത് അയാൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളാണ്. ഇത് മൂന്നാണ്. അതിൽ 2 വയർജിയു അഹ്ലഹു വമാലഹു, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ തിരിച്ചു പോരും, മടങ്ങി വരും. വമാലഹു, അദ്ദേഹത്തിൻ്റെ സമ്പത്ത്. അത് ഇവിടെ കച്ചറ കൂടണമല്ലോ, ഇവിടെ ആളുകൾക്ക് അത് വീതം വെക്കണം, എന്താണ് ചോദ്യോത്തരമൊക്കെ ഉണ്ടാവും, അത് നടക്കണം. അതിനു വേണ്ടി അത് 2 തിരിച്ചു പോരും. വയബുക്ക അമലുഹു, അവശേഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമല് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ അമല് മാത്രമാണ്. അദ്ദേഹം ദുനിയാവിൽ ജീവിച്ചപ്പം ചെയ്ത സേവനങ്ങൾ, അത് പള്ളികൾക്കോ മദ്രസകൾക്കോ മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളായി, ജീവകാരുണ്യ പ്രവർത്തനങ്ങളായി, അതിലേറെ തൻ്റെ കുടുംബത്തിന് ഒക്കെ അധ്വാനിക്കുകയും സേവനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് അവിടെ അവശേഷിക്കും. അദ്ദേഹത്തിൻ്റെ ഖബറിൽ, അദ്ദേഹത്തിൻ്റെ പുനർജന്മത്തിൽ, അദ്ദേഹത്തിൻ്റെ മഹ്ശറിൽ എല്ലാം അദ്ദേഹം അതനുഭവിക്കും. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, മൻ അമില അമലൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസ, നിങ്ങളിൽ ആണാവട്ടെ പെണ്ണാകട്ടെ, ഇവിടെ വ്യത്യാസമില്ല, ആര് അമൽ ചെയ്താലും. പക്ഷെ ഒരു ക്ലോസ്, വഹുവ മുഅ്മിൻ, വഹുവ മുഅ്മിനുൻ, മുഅ്മിനായിക്കൊണ്ടായിരിക്കണം. ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അവർക്ക് ഏറ്റവും നല്ല ജീവിതം അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുകയാണ്. അമൽ ചെയ്യുന്ന ആളുകൾക്ക് ദുനിയാവിൽ, അതിനേക്കാളപ്പുറം ആഖിറത്തിൽ അല്ലാഹു തആല നല്ല ഒരു സുന്ദരമായ ജീവിതം അവിടെ അല്ലാഹു ഉറപ്പ് കൊടുക്കുകയാണ്. അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണത്. ആ വാഗ്ദാനം ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരമാവധി അമൽ ചെയ്തുകൊണ്ട് അല്ലാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയായി ജീവിച്ച് മരിക്കുന്ന, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്തു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു തആല അവൻ്റെ മഹത്തായ ഫളല് കൊണ്ട് അതെല്ലാം വിട്ടു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പള്ളിയിൽ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, നമ്മുടെ മൈൻക നമുക്കറിയാം, ആ പള്ളിയുടെ മൂലയിലിരിക്കുന്ന മൈൻക പെട്ടെന്ന് അദ്ദേഹം വീണ് കാലിൽ എല്ല് പൊട്ടി, അദ്ദേഹം ആശുപത്രി. ഇങ്ങനെ ഓരോ ആഴ്ചയും ഓരോരുത്തർ ഇങ്ങനെ ഓരോ നിലക്ക് പല വിധത്തിലും പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു തആല രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എത്രയോ ആളുകൾ, അവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും അവരെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. اللهم مقلب القلوب ثبت قلوبنا على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا دعاءنا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.